അവിടെ ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ. ഇപ്പൊ ആശുപത്രി കിടന്ന് ചാവുകയാണ്, ചാവട്ടെ. അങ്ങനെ കരുതിയാ പോരെ? മതി. ഇനി ആ വിഷയത്തെക്കുറിച്ച് ഇവിടെ ചർച്ചയില്ല. എനിക്ക് ആ ചിന്നുവിനെ തന്നെ ഇഷ്ടമല്ല. അവളെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചാ അത് കേൾക്കാനും എനിക്ക് താല്പര്യമില്ല. ശരി, കുഞ്ഞുമോക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഇവിടെ ഞങ്ങളുടെ ആരും പറയുന്നില്ല. ഞാൻ കാത്തിരിക്കുന്നത് ചിന്നു തീർന്നു എന്ന വാർത്ത കേൾക്കാൻ വേണ്ടിയാ. ഈ വീട്ടിലിരുന്നു കൊണ്ട് എന്നെ തോൽപ്പിച്ച ഒരേ ഒരു വ്യക്തി ചിന്നുവാ. എന്നേക്കുമായി അവളുടെ ശല്യം തീർന്നു എന്നൊരു വാർത്തയാ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും. അല്ല, കുഞ്ഞോട് എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ഒന്നുമില്ല. ഭദ്രേട്ടൻ അറിയാലോ, ആ വേലക്കാരി ചിന്നു എനിക്കൊരുക്കിയ കെണിക്ക് പകരമായിട്ട് ഞാനും ഒരു കെണി വെച്ചു. പക്ഷേ ആശുപത്രിയിൽ നിന്നും ഇതുവരെ ഞാൻ ആഗ്രഹിക്കുന്ന ശുഭവാർത്ത എനിക്ക് കിട്ടിയിട്ടില്ല. ചിന്നു തട്ടിപ്പോയി എന്ന വാർത്തയല്ലേ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നേ? ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത അത് തന്നെയാ. പക്ഷേ ഇതുവരെ ആരും ആ വാർത്ത എന്നെ അറിയിച്ചിട്ടില്ല. അവൾ അപകടത്തിനെ തരണം ചെയ്തു എന്ന വാർത്ത ഇതുവരെയും നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ. ദേ, ആറം പറ്റുന്ന വാക്കുകളൊന്നും പറയല്ലേ. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ആ പെണ്ണ് രക്ഷപ്പെട്ടാൽ അതെനിക്ക് സഹിക്കാൻ സാധിക്കില്ല. എനിക്ക് വിഷം തന്നവളാ. അവള് ജീവനോടെ ഇരിക്കുന്ന ഓരോ നിമിഷവും ഈ കുടുംബത്തിന് അപകടമാ. അത് സത്യമാ. പക്ഷേ നിങ്ങളെല്ലാവരും വരുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സെർവൻസിനെ ഒരാളെങ്കിലും ഞാനിവിടെ നിർത്തുമായിരുന്നു. ഒരു റിഫ്രഷ്മെന്റ് കൊണ്ടുവരാൻ പോലും ഇവിടെ ആരും ഇല്ലാതായിപ്പോയി. അതിനെന്താ, ഞാൻ പോയി കൊണ്ടുവരാലോ. നല്ല തണുത്ത ജ്യൂസ് ആകാല്ലേ? മതി മതി, ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, നോ ഫോർമാലിറ്റീസ്. എന്റെ മോളായോണ്ട് പറയല്ല, അനസൂയ സ്മാർട്ടാ. ഒരു കുടുംബത്തിൽ മരുമകളായിട്ട് കയറി വരാനുള്ള എല്ലാ യോഗ്യതയുണ്ട് എന്റെ മോൾക്ക്. പക്ഷേ അവളെ മരുമകളായിട്ട് കിട്ടാനുള്ള യോഗമാണ് ചിലരെ നഷ്ടപ്പെടുത്തിയത്. വിവാഹം എന്നതല്ല ഒരു യോഗ. നല്ല ബന്ധങ്ങൾ കിട്ടുന്നതും നഷ്ടപ്പെടുന്നതും എല്ലാം ഓരോരുത്തരുടെ വിധിയാ. അതെ, ഇവളെ എനിക്ക് മരുമകളായി അല്ല, മകളായി തന്നെ കിട്ടിയത് എന്റെ മഹാഭാഗ്യോ. ഇവളെ എനിക്ക് കിട്ടിയതാ എന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. അതൊക്കെ ശരി തന്നെ. ദക്ഷ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് മഹിയുടെ കാര്യമാണ്. മഹിയുടെ നായികയായി നാടകത്തിൽ ഒരു കുട്ടി അഭിനയിച്ചു. അബദ്ധത്തിൽ അവളുടെ അകത്ത് വിഷം ചെന്നു. അവളെ മഹി ആശുപത്രിയിലാക്കി. അത്രയും എനിക്ക് മനസ്സിലാക്കാം. മനുഷ്യത്വമുള്ള ആരും ചെയ്യുന്ന നല്ല പ്രവൃത്തിയാണ് മഹി ചെയ്തത്. ഞങ്ങളുടെ മഹി അങ്ങനെയാ. ഈ വീട്ടിലെ സെർവന്റുകളെ പോലും വീട്ടിലെ അംഗത്തെ പോലെ അവൻ കാണുന്നേ. ഒരു പൊതുപ്രവർത്തകനായ എനിക്ക് അതും അംഗീകരിക്കാൻ സാധിക്കും. എന്തുകൊണ്ടും ഇക്കാര്യത്തിൽ എനിക്ക് യോജിച്ച പയ്യൻ തന്നെയാണ് മഹി. പക്ഷേ എന്തു പറ്റി? സാറിന് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ. എന്തായാലും തുറന്നു പറഞ്ഞോളൂ. നമ്മള് ഒരു കുടുംബമാണെന്നല്ലേ സാറ് തന്നെ കുറച്ചു മുൻപ് പറഞ്ഞത്. ചിന്നു എന്ന ആ പെണ്ണിനെ ആശുപത്രിയിൽ എത്തിച്ച നല്ല കാര്യം തന്നെയാണ്. അവളുടെ ചികിത്സയ്ക്ക് വേണ്ട പണം മുടക്കുന്നത് അതിലും നല്ല കാര്യമാണ്. പക്ഷേ 24 മണിക്കൂറും മഹി അവിടെ തന്നെ നിൽക്കുന്നതിലാണ് എനിക്കൊരു പന്തികേട് തോന്നുന്നത്.
നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്നുവിന് വേണ്ടി മഹി ആശുപത്രിയിൽ ഫുൾ ടൈം നിൽക്കുന്നതിൽ ഒരു കുഴപ്പവും തോന്നിയെന്ന് വരില്ല. കാരണം നിങ്ങളെല്ലാവരും ഒരു വീട്ടിൽ ഒന്നിച്ചു കഴിയുന്നവരാണ്. അതെ, ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബം പോലെ തന്നെയാണ്. പക്ഷെ അത് നാട്ടുകാർക്കറിയില്ലല്ലോ. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെയും മറ്റ് പ്രൈവറ്റ് ഇന്റർനെറ്റ് വീഡിയോകളുടെയും കാലമാണ്. ആ, മഹിയാണെങ്കി ആഭ്യന്തരമന്ത്രിയുടെ മോളെ കല്യാണം കഴിക്കാൻ പോവാ. പ്രതിപക്ഷമാണെങ്കിൽ എന്നെ നാണം കെടുത്താനുള്ള ഒരവസരവും പാഴാക്കാറില്ല. കാരണം ഇതുവരെ ചേട്ടൻ ക്ലീൻ ഇമേജിലാ ഭരണം നടത്തുന്നത്. ആ, ഒരു കാര്യത്തിലും ചേട്ടനെ കുറ്റപ്പെടുത്താനോ താഴ്ത്തിക്കെട്ടാനോ അവർക്ക് സാധിച്ചിട്ടില്ല. അതിനുള്ളൊരു അവസരമാ മഹി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആന്റി. ആ കൊടുക്കും മോളെ. മഹിയുടെയും ദക്ഷയുടെയും വിവാഹം നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിൽ ഒരു അപവാദ പ്രചരണം നാട്ടിൽ ഉയർന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് എന്റെ ഇമേജിനെ ബാധിക്കും. എന്റെ മോൾക്ക് മാനസികമായി ഏറെ വിഷമമുണ്ടാക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. മഹിയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. അതായിരിക്കും എല്ലാവർക്കും നല്ലത്.